ഹലോ കൂട്ടുകാരെ, ഒരു സോറി പറയട്ടെ. ഞാനൊരു 1:30 ആയപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ അടീനിയത്തിൻ്റെ ഒരു കോംബോ ഓഫറും അതുപോലെ തന്നെ അടീനിയത്തിൻ്റെ ഒരു പ്രൂണിങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ അബദ്ധത്തിൽ ഡിലീറ്റായി പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. എല്ലാവരും കാണണം കേട്ടോ. അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അടീനിയം ചെടികൾ ഇപ്പോൾ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒത്തിരി അടീനിയം കളക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിൽ കുറച്ച് അടീനിയം കളക്ഷൻ ഉണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അവസ്ഥ നിങ്ങളെ കാണിച്ചിട്ട് അത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് പിന്നെ അതിനകത്ത് വന്ന കൂമ്പുകളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കില്ലാത്ത കുറച്ച് വെറൈറ്റീസും പിന്നെ ഉള്ളതിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു അടീനിയത്തിൻ്റെ നല്ലൊരു വെറൈറ്റി കിട്ടാമെന്ന് വെച്ചപ്പോൾ അത് വാങ്ങിയതിൻ്റെ വിശേഷമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടീനിയം ചെടികൾ വാങ്ങാനായിട്ട് ഇപ്പോൾ ഒത്തിരി പേര്, ഇപ്പോൾ ഇത് സീസണാണ് അടീനിയം ചെടികൾക്കൊക്കെ. ഇപ്പോൾ വേനൽക്കാലമായി, മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡിസേർട്ട് റോസ് എന്ന് പറയുന്ന മരുഭൂമിയിലെ ഒരു റോസ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായി ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ വാങ്ങിയത് നിങ്ങൾ വാങ്ങണമെന്ന് തന്നെ ഇല്ല. ഞാൻ വാങ്ങിച്ച ഓൺലൈനിൽ നിന്ന് വാങ്ങാനല്ല, പക്ഷെ ഞാൻ വാങ്ങിച്ച ഓൺലൈനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് കിട്ടിയ ചെടികളെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെനിക്ക് കൊറിയർ അയച്ചു തന്നതാണ്. അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തതാട്ടോ. അപ്പം എനിക്ക് നല്ല ചെടികളായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഓരോരുത്തരും ഓരോ കമൻറ്റുകളാണ്. നമ്മൾ ഓൺലൈനിൻ്റെ സെയിൽ പറയുമ്പോൾ പലരും പല രീതിയിലുള്ള കമൻറ്റുകൾ ഇടാറുണ്ട്. അവരയച്ചത് ശരിയായില്ല, അയച്ചു തന്നത് ചീത്തയായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഓർക്കിഡിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ ചിലർ ഈ കമൻറ്റിൽ ഇത് മാത്രം പറയാനായിട്ട് ഇരിക്കുന്നവരുണ്ട്. അവരെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. പക്ഷേ ജെനുവിനായിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവർക്കൊക്കെ ഞാനത് പരിഹരിച്ചു കൊടുക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനത്തെ ഗ്യാരണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വാങ്ങിച്ചു, അത് നിങ്ങളൊന്ന് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ചകിരിയിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല നടാനായിട്ട്. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത് കൊറിയർ വന്നിട്ട് ഇതൊന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു അവധി ദിവസം അല്ലെങ്കിൽ നാളെ സൺഡേയിലാണ് ഇത് നടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മുടെ അടീനിയം ചെടികൾ പ്രൂൺ ചെയ്തൊന്ന് കാണാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോ ആഴ്ചയിൽ എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടൈം ശരിക്കും 1:30, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ ഇച്ചിരി വൈകാൻ സാധ്യതയുണ്ടായിരുന്നു. 2 മണിക്കുള്ളിൽ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഞാൻ പറയാറില്ല, അങ്ങനെ എല്ലാ വീഡിയോസിലും പറയാറില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ വീഡിയോ കാത്തിരുന്ന് കാണുക. ചെടി മാത്രമല്ല, ഡ്രസ്സ് ഉണ്ട്, ടിപ്സ് ഉണ്ട്, ഹോംലി ടിപ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് സ്ത്രീകളെ കൂടുതൽ ഉപകാരപ്പെടുന്ന, സ്ത്രീകൾക്കും അതുപോലെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസും പോസിറ്റീവ് തോട്ട്സൊക്കെ അടങ്ങിയ വീഡിയോസാണ് ഇടാറ്. അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു 10-15 ഡബിൾ പെറ്റലിൻ്റെ അടീനിയത്തിൻ്റെ ചെടികളിൽ നിറച്ച് പൂക്കളായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അടീനിയം ചെടി വാങ്ങിക്കാൻ തോന്നും. അതുപോലെ നമ്മൾ കളക്ട് ചെയ്തിരുന്ന അടീനിയം ചെടി ഈ ഒരു മഴക്കാലം കഴിഞ്ഞ്, കാലാവസ്ഥയുടെ പ്രശ്നമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നറിയില്ല, ഈ ഒരു പൂക്കളുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ചെടികൾ നമ്മൾ അധികം മഴ നനയാതെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെയാണ്, സൺഷൈൻ്റെ ഭാഗത്ത് മഴക്കാലത്തായാലും വെച്ചിരുന്നത്. മഴക്കാലമൊക്കെ മാറി ചെടികൾ വീണ്ടും ഒന്ന് തളിർത്ത് പൂവൊക്കെ വന്നെങ്കിലും ആ പൂക്കൾ ഒരു 3-4 എണ്ണം വീതമൊക്കെ ഉണ്ടായുള്ളൂ. അത്ര ഉഷാറായിട്ടുണ്ടായില്ല. പക്ഷേ വീണ്ടും ഈ ചെടികളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടോ. ഇതിൻ്റെ കൂമ്പ് മുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിയുമ്പോഴേക്കും അതിങ്ങനെ കരിഞ്ഞ് പോകുന്നു. മുട്ടിൻ്റെ അവിടെ നിന്ന് വീണ്ടും പുതിയ ഇലകൾ ഉണ്ടാവുന്നില്ല. ഒരു ഉഷാറില്ലാണ്ട് ചെടി. എന്നാൽ ചെടികൾക്ക് വേറെ കേടൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നവംബർ മാസം, ഇപ്പോൾ ഈ നവംബർ മാസമല്ലേ, അപ്പോൾ ഞാൻ നവംബർ മാസം തുടങ്ങിയ ആദ്യത്തെ ആഴ്ച ഞാനിതൊന്ന് പ്രൂൺ ചെയ്തു കേട്ടോ. പ്രൂൺ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന നാമ്പുകൾ നല്ല ഉഷാറാവും തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ ചെയ്തത്, ആദ്യം നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്യാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എടുക്കുക. ഒറ്റ കമ്പിൽ നിൽക്കുന്നതല്ല, ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഒരു 3-4 ഇലയൊക്കെ ആയിട്ട് ഉഷാറായിട്ട് നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ അത് ചെയ്യണ്ട കേട്ടോ. കാരണം അത് വളർന്ന് നമ്മൾ ചുവട്ടിൽ നമ്മുടെ ഒരു വളക്കൂട്ടുണ്ട്. അതായത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും അതുപോലെ ചാണകപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 പിടി വീതം എൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയും ഫ്ലവറിങ് ബൂസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ നല്ല ഉഷാറായിക്കോളും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന, ഇനി വീണ്ടും കൂമ്പ് ഒരു ഉഷാറില്ലാണ്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നമുക്കിതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഹാർഡ് പ്രൂൺ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രൂൺ ചെയ്യുന്ന ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാഫാണ് ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഫംഗിസൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഞാൻ എല്ലാ വർഷവും പ്രൂൺ ചെയ്യുമ്പോൾ കൊടുക്കാറ് ഏത് ചെടികൾക്കും.
പിന്നെ ഒരു നല്ലൊരു കോട്ടൺ തുണി വേണം, നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡും കൂടി നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അത്യാവശ്യം വണ്ണമുള്ള കമ്പുകളാണ് കേട്ടോ നമുക്ക് പ്രൂൺ ചെയ്യാൻ, ഇങ്ങനെ ഹാർഡ് പ്രൂൺ ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞു കമ്പുകളാണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ചെടി ഒന്നുകൂടി വളർന്നതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും വണ്ണമുള്ള ഒരു, എനിക്ക് തോന്നുന്നു നമ്മുടെ തന്തവിരലിനേലും കുറച്ചും കൂടി വണ്ണമുള്ള ഒത്തിരി എന്താ പറയുക ശിഖരങ്ങൾ വരുമെന്ന് നമുക്ക് തോന്നുന്ന ഭാഗത്ത് വെച്ച് ഒരു 4-5 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ വിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ഹാർഡായിട്ട് അല്ല, നല്ല സോഫ്റ്റായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാവരുത്. നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ആ മുറിവിൽ നമുക്കൊരു ദ്രാവകം വരുന്നത് കാണാം. അത് നമ്മൾ നല്ലൊരു കോട്ടൺ തുണിയും കൊണ്ട് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം അവിടെ നമ്മളിപ്പോൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സാഫ് ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ കൂടുതലും ഉഷാറില്ലാണ്ട് നിന്ന ഒരു 7-8 ചെടികളുണ്ട് കേട്ടോ. അതെല്ലാം ഇതേപോലെ ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്ത് സാഫൊക്കെ പുരട്ടി 2-3 ദിവസം തണൽ ഏരിയയിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചു. പ്രൂൺ ചെയ്തിട്ട് ഒരു 10 ദിവസമായിട്ടുള്ളൂ കേട്ടോ. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിനകത്ത് പുതിയ ശിഖരങ്ങളൊക്കെ ഇതുപോലെ വന്നു. അപ്പോൾ നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്യുന്ന ഭാഗത്തുനിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള മുകുളങ്ങൾ വരും. ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വളക്കൂട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി നല്ല രീതിയിൽ ഉഷാറായിട്ട് ഒരു നൈട്രജൻ കണ്ടൻറ്റുള്ള നമുക്ക് വളമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് അതിൻ്റെ ചുവട്ടിലുള്ള കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു ചെടികളൊക്കെ നല്ല ഉഷാറായിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഈ അഡീനിയത്തിൻ്റെ ആ ഒരു വലിയ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ച ഒരു 10 കളറ് അഡീനിയത്തിൻ്റെ പാക്ക് ഇതാണ്. ഇതുപോലെ കവറിൽ വന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് നിങ്ങൾ തുറന്ന് കാണിച്ചു തരാം. പിങ്കിൽ തന്നെ, അതായത് മജന്തയിൽ തന്നെ ഒത്തിരി വെറൈറ്റി ഡിസൈൻസുള്ള അഡീനിയ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പിങ്ക് ഉണ്ട് എങ്കിലും അതിനകത്തൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കൊണ്ടും നല്ല ഹെൽത്തി പ്ലാന്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം, എനിക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അറിവുകളും എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഈ കാണുന്ന ടൈപ്പിലുള്ള ചെടികളാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് ഇപ്പോൾ ഇത് പാക്ക് ചെയ്തൊക്കെ വന്നപ്പോൾ ഉള്ള ആ മടങ്ങലും അതുപോലെ ഒതുങ്ങിയിരിക്കുന്നതൊക്കെ ആയിരിക്കാം. പക്ഷേ കാഡക്സ് ഒക്കെ നല്ലതാണ്. ഒരു രീതിയിലും ചീച്ചലോ അല്ലെങ്കിൽ ഒന്നുമില്ല. നല്ല ഫ്രഷായിട്ട് എനിക്ക് തോന്നി. മിക്കവാറും എല്ലാ ചെടിയിൽ തന്നെ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മച്ചുവർ പ്ലാന്റ് ആണ്. നമുക്കിത് നല്ലൊരു പൊട്ടി മിക്സിൽ ചേർത്ത് നട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് തന്ന ആൾ എന്നോട് പറഞ്ഞത് ചകിരിച്ചോറിൻ്റെ മീഡിയമാണ് ഏറ്റവും നല്ലതെന്നാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എല്ലാ പ്രാവശ്യവും മണലൊക്കെ ചേർത്തിട്ടാണ് നടാറ്. ഈ പ്രാവശ്യം ഞാൻ ചകിരിച്ചോറിൽ മാത്രം ഒന്ന് മറ്റ് മിക്സങ്ങ് ചേർത്ത് വളമൊക്കെ ചേർത്തിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അഡീനിയത്തിൻ്റെ ചെടികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ അവരോട് ചോദിച്ച് വാട്സപ്പ് മെസ്സേജ് ഇട്ട് നിങ്ങൾ ചോദിക്കുന്ന ചെടികൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പണം അയച്ചു കൊടുക്കുക. ഈ ചെടി ഓർഡർ കൊടുത്ത് അപ്പം തന്നെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യില്ല. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ചെടി ഉറപ്പ് വരുത്തണം ഇത് തന്നെയാണ് തരുന്നതെന്നുള്ളത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് കോഡ് അറിയാമെന്നുണ്ടെങ്കിൽ ഓരോ അഡീനിയത്തിനും ഓരോ കോഡുണ്ട്. ആ കോഡൊക്കെ അറിഞ്ഞ് വെച്ചിട്ട് നിങ്ങളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇന്ന കോഡ് ഉണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്താം. അപ്പം ഞാനിത് തലേദിവസം നമുക്ക് വന്ന കൊറിയർ രാത്രി തന്നെ പൊട്ടിച്ച് ഞാൻ നടാനായിട്ട് എനിക്ക് സമയം കിട്ടുന്നത് സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചകിരിച്ചോറും എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം കൂടി ചേർത്തൊരു മിക്സിൽ ചുമ്മാ ഒന്ന് 2 ദിവസം എനിക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഒറ്റ കഡക്സ് പോലും ചീത്തയായിട്ടില്ല. നല്ല ഫ്രഷാണ് കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല ഒരു ഇതായിട്ട് തോന്നി. അതിൻ്റെ വില ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ വില ഒരെണ്ണത്തിന് 190 രൂപയാണ്. നല്ല മച്ചുവർ പ്ലാന്റാണ്, നല്ല വലിപ്പമുള്ള പൂക്കളാണ്. ഇത് കോംബോ ഓഫറിൽ 10 എണ്ണം എടുക്കുകയാണെങ്കിൽ 180 രൂപയ്ക്ക് അവർ തരും. പിന്നെ അവരുടെ 100 രൂപയുടെ ചെടികൾ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് 100 രൂപയുടെ ചെടികൾ ചെറുതായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെയുള്ള ചെടികളാണ് അവർ തരുന്നത്. അപ്പോൾ ജാൻസിസ് പാരഡൈസിൽ ഇപ്പോൾ ഞാനത് അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേ ഞാനൊരു യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു യൂട്യൂബിൽ നിങ്ങൾ മാഡം ചെയ്യുകയാണെങ്കിൽ മാഡത്തിൻ്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഞാൻ വില കുറച്ച് കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പൈസ അടച്ചിട്ട് ചെടി കിട്ടായൊക്കെ വൈകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ ഞാൻ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അത് ഉത്തരവാദിത്തോടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 10 എണ്ണം കോംബോ ഓഫറിൽ എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് 180 രൂപ വെച്ച് തരും. പിന്നെ നമ്മൾ എന്തെങ്കിലും എണ്ണം അത്ര എടുക്കുന്നില്ല, കുറച്ച് ഐറ്റംസ് അല്ലെങ്കിൽ കുറച്ച് എണ്ണം മാത്രം മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ ജാൻസിസ് പാർട്ടീസ് കണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് തരുന്ന ഈ നമ്പറിൽ വെച്ചിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഉറപ്പ് വരുത്തുക. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.